നമസ്കാരം. ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് പിന്നിൽ ചൈന എന്ന ആരോപണങ്ങൾ ശക്തമാവുകയാണ്. PRC അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഗ്രീൻ സിഗ്നൽ നൽകുന്ന ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ തെളിവുകൾ സാഹചര്യങ്ങൾക്കപ്പുറമാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് IDF നടത്തിയ റെയ്ഡുകളിൽ ഗാസയിലെ ഹമാസ് വെയർഹൌസുകളിൽ നിന്ന് വൻതോതിൽ ചൈനീസ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൈനിക നിലവാരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളുമൊക്കെ അതേപോലെ ഉപകരണങ്ങളുമൊക്കെ കണ്ടെത്തി. ഗാസ നഗരത്തിന് കീഴിൽ തുരങ്കങ്ങളുടെ വലിയ ശൃംഖല നിർമ്മിക്കാൻ ഹമാസിന് വിപുലമായ ചൈനീസ് സഹായം നൽകിയിട്ടുണ്ട് എന്നും വിവരമുണ്ട്. ഇതിനു പുറമെ ഹമാസിന് PLA സൈനിക സഹായം, സൈനിക പരിശീലനം നൽകുന്നുണ്ട്. വാസ്തവത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ സൂത്രധാരനായ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ദ്രീഫ് വർഷങ്ങളോളം PRCയിൽ അതായത് ചൈനയിൽ താമസിച്ചുവെന്നും പറയുന്നുണ്ട്. PLAയുമായും CCPയുമായും ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. ഇയാൾക്ക് 2 ചൈനീസ് ഭാര്യമാർ ഉണ്ടെന്ന് പോലും ആരോപണങ്ങളുണ്ട്. തീവ്രവാദ വിരുദ്ധ പോരാട്ടം, ക്രമരഹിതമായ യുദ്ധം, മിസൈൽ പ്രതിരോധം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ വിരമിച്ച US എയർഫോഴ്സ് ഫോറിൻ ഏരിയ ഓഫീസർ ഗുർമെൻസ് ജി മാൻ ലൈലാറിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ ആക്രമണവുമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ബന്ധം ഊഹക്കച്ചവടമാണ്. ഹമാസിന്റെ ആക്രമണത്തിൽ ചൈനയ്ക്ക് പങ്കില്ല എന്ന് നിരസിച്ചിട്ടും തീവ്രവാദത്തെ പിന്തുണച്ചതിന് ചൈനയെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് എത്തിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്നാണ് ലൈലാറി ആരോപിക്കുന്നത്. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് പച്ചക്കൊടി കാട്ടിയത് ഇറാനല്ല, മറിച്ച് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് ആ മറഞ്ഞിരിക്കുന്ന കൈയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ തെളിവുകൾ സാഹചര്യങ്ങൾക്കപ്പുറമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ വൻതോതിൽ ചൈനീസ് ആയുധങ്ങളും രഹസ്യാന്വേഷണ ശേഖര ഉപകരണങ്ങളും മറ്റ് സൈനിക സാമഗ്രികളും ഒക്കെ കണ്ടെത്തിയത് വലിയ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഉയർന്ന നിലവാരമുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ, ശ്രവണ ഉപകരണങ്ങൾ, തന്ത്രപരമായ സൈനിക റേഡിയോകൾ, അത്യാധുനിക സ്ഫോടക വസ്തുക്കൾ എന്നിവ ഹമാസ് ലബോറട്ടറിയിൽ നിന്ന് ചൈനീസ് റോക്കറ്റ് സാങ്കേതിക വിദ്യയും IDF കണ്ടെത്തിയിട്ടുണ്ട്. ഹമാസിന് ആയുധങ്ങൾ വിതരണം ചെയ്യാൻ PRC ഇറാൻ വഴി സ്വീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ലൈലാരി പറയുന്നുണ്ട്. അതിനാൽ നേരിട്ടുള്ള ഇടപെടലിന്റെ ആരോപണങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. കുറഞ്ഞത് 2020 മുതൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് തയ്യാറെടുക്കാൻ മറ്റ് 10 തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഹമാസ് 4 സൈനിക അഭ്യാസങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇവയിൽ 3 2020 ഡിസംബർ 29, 2021 ഡിസംബർ 26, 2022 ഡിസംബർ 28 തീയതികളിലാണ് നടത്തിയത്. എന്നിരുന്നാലും 4ാമത്തെ അഭ്യാസം 2023 സെപ്റ്റംബർ 12 കൊണ്ടുവന്നു. അബ്രഹാം കരാറിന്റെ ഭാഗമായി ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ 2023 ഒക്ടോബറിൽ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നു. ആക്രമണം നടക്കുമ്പോൾ പ്രഖ്യാപനം നടക്കുമെന്ന് ഉറപ്പായി. PRCയിലേക്ക് നീങ്ങുന്നതായി കരുതിയിരുന്ന സൗദികളെ അമേരിക്കയുടെ സ്വാധീന മേഖലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അമേരിക്ക ആരംഭിച്ച വെടിനിർത്തൽ സഹായിക്കുമെന്നും ലൈലാരി പറയുന്നുണ്ട്. ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ 2 ശക്തികളായ ഇസ്രായേലിനെയും സൗദി അറേബ്യയെയും US സഖ്യകക്ഷികളായ ഒരേ പേജിൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ PRCയുടെ സ്വാധീനം പരിമിതപ്പെടുത്തും. ഇന്ത്യ ആരംഭിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, അതിൽ ചൈനയ്ക്കുള്ള എതിർപ്പ് അല്ലെങ്കിൽ ചൈനയുടെ വിരോധം എടുത്തു പറയേണ്ടതാണ്. ചൈനയ്ക്ക് അത് തീരെ ഉൾക്കൊള്ളുവാനും ഇഷ്ടപ്പെടാനും സാധിച്ചിട്ടില്ല. കാരണം IMEC ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന് ബദലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് വലിയ നിരാശയുണ്ടായിരുന്നു എന്നതും എടുത്തു പറയണം. ചൈന എല്ലായ്പ്പോഴും ഹമാസിനോട് മൃദു സമീപനമാണ് പുലർത്തിയിരുന്നത് എന്നും ഒക്ടോബർ 7 ആക്രമണത്തിന് മുന്നോടിയായി ഹമാസുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനോടുള്ള വിരോധം പരസ്യമായി പ്രകടിപ്പിക്കാൻ ചൈന തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. വാസ്തവത്തിൽ ഒക്ടോബർ 7 മുമ്പ് ചൈനീസ് സോഷ്യൽ മീഡിയയിലെ യഹൂദ വിരുദ്ധതയുടെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നത് പരിശോധിക്കുവാനായിട്ട് ശക്തമായി നിരീക്ഷിക്കുകയും അതേപോലെ സെൻസർ ചെയ്യുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ചൈന ഒരിക്കലും ഹമാസിനെ പരസ്യമായി വിമർശിക്കുകയും ആക്രമണം പോസ്റ്റ് ചെയ്യുകയും ചെയ്യാറില്ല. ഹമാസുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടായിരുന്നു. 2024 മാർച്ച് 17 ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഖത്തറിലെ PRC അംബാസിഡർ കാവോ സിയാവോലിൻ, ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി വാങ് കെജിയാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അംബാസിഡർ കാവോ പലസ്തീൻ ചൈനീസ് ജനത തമ്മിലുള്ള അടുത്തതും ചരിത്രപരവുമായ ബന്ധത്തെക്കുറിച്ചും പലസ്തീൻ പ്രശ്നത്തോടുള്ള ചൈനയുടെ ഉറച്ച നിലപാടുകളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രപദവിക്കും വേണ്ടിയുള്ള പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ഊന്നി പറഞ്ഞിരുന്നു. PLA ചിന്തകനായ ലോങ് കൈഫെങ് 4 ലേഖനങ്ങളിൽ വിശദീകരിച്ചതുപോലെ 3 പ്രധാന യുദ്ധങ്ങളിൽ അമേരിക്കയെയും അതിന്റെ സഖ്യകക്ഷികളെയും വീഴ്ത്താനുള്ള വിശാലമായ
PRC തന്ത്രവുമായി ലൈലാരി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. ലേഖനങ്ങളിൽ ആദ്യത്തേത് 2018 മറ്റു 3 2023 ഏപ്രിൽ ജൂണിലും എഴുതിയതാണ്. കൈഫിങ്ങിന്റെ 2023 ഏപ്രിൽ ലേഖനം അനുസരിച്ച് ആഗോളതലത്തിൽ 3 പ്രധാന യുദ്ധങ്ങൾ യഥാക്രമം യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലാണ്. ഉക്രൈനിയൻ യുദ്ധം യൂറോപ്യൻ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റേൺ യുദ്ധം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘടനമായിരിക്കും. ഏഷ്യൻ തിയേറ്റർ 2ാം കൊറിയൻ യുദ്ധമായിരിക്കാമെന്നാണ് ലൈലാരി പറയുന്നത്. ഈ യുദ്ധങ്ങളിൽ 2 ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉക്രൈനിലും ഇസ്രായേൽ ഗാസയിലും. 3ാം യുദ്ധം ഇനിയും തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഹമാസിനുള്ള ചൈനയുടെ പിന്തുണ തുറന്നു കാട്ടേണ്ട സമയമാണ് ഇതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തീവ്രവാദത്തിൽ PRCയുടെ പങ്കാളിത്തം സംബന്ധിച്ച് US-ലെ എല്ലാ തെളിവുകളും തരംതിരിച്ച് പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയുടെ മറ്റൊരു പൊയ്മുഖം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്.